ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു നൈറ്റി കട്ട് ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാം എന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയണില്ല, ആരെയും വെറുപ്പിക്കുന്നില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളെ നൈറ്റിയുടെ തുണിയെ നീളത്തിൽ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇതുണ്ടോ, ഇതൊരു വശം ഇതൊരു വശം. അപ്പം ഇനി നീളത്തിൽ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഈ വശത്തുള്ള വീതിയെ ഇങ്ങോട്ട് മടക്കണം. അതായത് തുറന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മൾ രണ്ട് മടക്കുമ്പോൾ തുറന്ന ഭാഗം വരുന്നത് 4 സൈഡും, അതായത് 1 2 3 4 ഈ 4 സൈഡും ഒരേ ലെവലിലേക്ക് നമുക്ക് മടക്കിയെടുക്കണം. അപ്പോൾ നമ്മളെ മടക്കി എടുത്തിട്ടുണ്ട്. ഒരു കൈ കൊണ്ടാണ് ക്യാമറ പിടിക്കുന്നത്, ഒരു കൈ കൊണ്ട് തുണി മടക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. മറ്റുള്ള കോപ്രായങ്ങൾ കാണിക്കണ പോലെ ഇല്ലല്ലോ. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ പ്രയാസം എന്തെങ്കിലും വെച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതെല്ലാവരും ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കൊരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. കേട്ടോ, ഇപ്പോൾ 4 മടക്കും ഒരേ ലെവലിലേക്കാണ് വിധത്തിൽ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ഓപ്പൺ ഇല്ലാത്ത ഭാഗം. ഈ ഭാഗത്താണ് നമ്മൾ കഴുത്ത് അടയാളപ്പെടുത്തുക, ഈ ഭാഗത്ത് സ്ലീവ് കൈ വരും. അപ്പോൾ ഇനി ഞാൻ അടയാളപ്പെടുത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ നൈറ്റി ഒട്ടും തയ്ക്കാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നൈറ്റി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ അളവ് എടുക്കാൻ അറിയാത്തവരെ ഇതേപോലെ ഷേപ്പും എല്ലാം കറക്റ്റാക്കിയിട്ട് ഇതുണ്ടോ ഇതേപോലെ വരച്ച് മടക്കി വെക്കുക. എന്നിട്ട് ഇതേ ഷേപ്പിൽ എല്ലായിടും ഒന്ന് വരച്ച് എടുക്കുക. ഞാൻ വരച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, സൈഡിലൂടെ മാർക്കിംഗ് ഒക്കെ ചെയ്ത്, പിന്നെ അടിവശം കുറച്ച് നീളത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പുതിയ തുണിയല്ലേ, ചുരുങ്ങിപ്പോയാലോ, അതുകൊണ്ട് ഇച്ചിരിയും കൂടെ കൂടുതൽ ഞാൻ തുണി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴുത്ത് ഞാനിപ്പോൾ കട്ട് ചെയ്യണില്ല, അതായത് അത് ഞാൻ ക്യാൻവാസ് വെച്ച് തയ്ക്കാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് അത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഈ രണ്ടാക്കിയിട്ട്, അതായത് പുറകിലെയും ഫ്രണ്ടിലെയും കഴുത്തേ വേർപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഞാൻ കറക്റ്റ് നമ്മുടെ അളവിനായിട്ട് വെച്ചിട്ട് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പുറകിലെ കഴുത്ത് അടയാളപ്പെടുത്തി 2.5 ഇഞ്ച് വീതി, 3 ഇഞ്ച് നീളത്തിലാണിത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഈ ബോക്സിനെ ഇനി നമുക്ക് ഒരു യു ഷേപ്പിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് കട്ട് ചെയ്യാം. ഇനി ഫ്രണ്ടിലത് ഞാൻ ക്യാൻവാസിലാണ് കഴുത്ത് വെട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചേപ്പുണ്ട്. ക്യാൻവാസിൽ എങ്ങനെ കഴുത്ത് വെട്ടുക എന്നുള്ളത് പിന്നെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇനി നമുക്ക് വെട്ടാനുള്ളത് കൈയാണ്, സ്ലീവ്. അപ്പോൾ നമ്മൾ കൈക്കുഴി വെട്ടി എല്ലാം മാറ്റി വെച്ചില്ലേ, അതിൻ്റെ ബാലൻസ് വന്ന് നമുക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് വെച്ചാൽ ആ കൈ അടയാളപ്പെടുത്തുക. ഇപ്പോൾ ഒരു 15 വേണമെന്നുണ്ടെങ്കിലൊന്നും ഇതൊന്നും കിട്ടത്തില്ല. ഇത് 10 ഇഞ്ച് നീളമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ പീസ് ഉണ്ടല്ലോ സൈഡിൽ മുറിച്ച് കളഞ്ഞ പീസ്, അത് വെച്ചിട്ട് ഏച്ച് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടിവശത്തുനിന്ന് ഇതേപോലെ ചെറിയ പീസ് ബാലൻസ് വരുമല്ലോ, നമ്മൾ നീളം വെട്ടിക്കളഞ്ഞിട്ട് ആ പീസ് എടുത്തിട്ടും ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇനി അത് വെട്ടിയെടുത്തിട്ട് വേണം. അപ്പോൾ നമ്മൾ സ്ലീവ് എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതതിൻ്റെ 2 പീസ് ഏച്ച് ഞാൻ 15 സെൻറ്റിമീറ്റർ നീളത്തിൽ എടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്ക് ഇതൊക്കെ ഞാൻ പേപ്പർ ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. അതിലിനി 2.5 ഇഞ്ച് വീതിയിലും, പിന്നെ നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് വെച്ചാൽ ആ ഇറക്കത്തിലുള്ള നെക്ക് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ നെക്ക് ഞാൻ
വരച്ച് ഇപ്പം കണ്ടോ സോറി ചതുരത്തിൽ 2.5 ഇഞ്ച് ഇങ്ങോട്ടും ഇവിടുന്ന് താഴേക്ക് 5 ഇഞ്ചും മാർക്ക് ചെയ്ത് പിന്നെ ഈ കോർണർ ഉണ്ടല്ലോ 1/2 ഇഞ്ച് ഉള്ളിലേക്കാണ് വരച്ചിട്ടുള്ളത്. അതായത് നമ്മൾ 2.5 എടുത്തതിൻ്റെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വരച്ച് പിന്നെ ഇവിടുന്ന് ഇത്ര വീതി വരുന്നുണ്ടല്ലോ ഇത് 1.5 ഇഞ്ച് വെച്ചിട്ടാണ് ഇവിടേക്ക് വരച്ച്. ഈ അടിഭാഗത്ത് എത്തിയപ്പോൾ അത് 2 ഇഞ്ചാക്കി എടുത്തു. പിന്നെ അതാ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ വരക്കാം. ഇനി അത് വെട്ടിയെടുക്കട്ടെ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെട്ടാൻ ഒരുങ്ങുമ്പോഴേ ഇതേപോലെ ഒരിച്ചിരി കണ്ടോ ഇവിടെ മുതൽ ഒരിച്ചിരി ഒരു 1/4 ഇഞ്ചൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് ഈ വരച്ചിട്ടില്ലേ അതിൽ മാത്രം വെട്ടണം, അറ്റത്തുനിന്ന് വെട്ടിപ്പോകരുത്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കഴുത്തടിക്കുമ്പോഴേ ഇത് അകന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കഴുത്തിൻ്റെ കണ്ടോ ഡിസൈൻ. അപ്പോൾ ഇത് ഇങ്ങനെ ഇതാക്കിയോണ്ട് ഇനി നമുക്ക് അയൺ ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെ മിനുസുള്ള ഭാഗം ഉണ്ടല്ലോ അത് തുണിയിൽ വെച്ചിട്ട് വേണം അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കാൻ. കണ്ടല്ലോ. അപ്പോൾ ഇനി ഇത് തയ്ക്കണ വീഡിയോ നമുക്ക് അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നൈറ്റി കട്ടിങ്ങിൻ്റെ വീഡിയോ. ഇനി തയ്ക്കണ വീഡിയോ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് അപ്ലോഡ് ചെയ്യാം.